യെസ്, നമ്മൾ മറ്റു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധി ഉടൻ തുറന്നു പരിശോധിക്കും. സബ് കളക്ടർ ആൽഫ്രഡ് അടക്കമുള്ളവർ സ്ഥലത്തെത്തി. നെയ്യാറ്റിൻകര ആറാലുമൂട് സ്വദേശി ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തിയതോടെയാണ് കല്ലറ പൊളിക്കാൻ തീരുമാനമായത്. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. കാരണം ഇതിൽ റവന്യൂ അനുമതിയില്ലാതെ ഈ നീക്കം നടത്താൻ കഴിയില്ല എന്നതായിരുന്നു പോലീസിന് മുന്നിലുണ്ടായിരുന്ന കടമ്പ. അതിനിപ്പോൾ തീരുമാനമുണ്ടാവുകയാണ്. അരുൺ മോഹൻ ചേരുന്നു. അരുൺ മോഹൻ, കല്ലറ തുറന്നുള്ള പരിശോധന നിർണായകമാണ്. പോസ്റ്റ്മോർട്ടം വേണ്ടിവരുമെന്ന് പോലീസ് തന്നെ സൂചന നൽകിയിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം? അതിന്റെ നടപടിക്രമങ്ങൾ, കല്ലറ തുറക്കാനുള്ള നടപടിക്രമങ്ങൾ എപ്പോൾ ആരംഭിക്കും? ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം നമുക്ക് എടുത്തു പറയാനുള്ളത് സബ് കളക്ടർ എത്തി അതിന് അനുമതി നൽകി എന്നുള്ള കാര്യം തന്നെയാണ് നമുക്കിപ്പോൾ പറയുന്നത്. അതിനുള്ള നീക്കങ്ങളുമായിട്ടാണ് പോലീസ് പോകുന്നത്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഈ ഗോപൻ സ്വാമി, മണിയൻ എന്ന ഗോപൻ സ്വാമി മരണത്തിന് കീഴടങ്ങുന്ന ബന്ധുക്കൾ പറയുന്നത്, അല്ലെങ്കിൽ വീട്ടുകാർ പറയുന്നത്. സമാധിയെ തുടർന്നായിരുന്നു, പുറം ലോകം പോലും സമാധി നടത്തിയതിനു ശേഷമായിരുന്നു മക്കൾ പുറത്തറിയുന്നതൊക്കെ നമുക്കറിയാം. ആ സമയം മുതൽ തന്നെ വളരെ കേട്ടുകേൾവില്ലാത്ത ഈ ഒരു സംഭവത്തെക്കുറിച്ച് ജനങ്ങൾ ഇവിടെ എത്തുകയും പോലീസും ഉൾപ്പെടെയുള്ള ഒരു സ്ഥലത്തെത്തി അന്വേഷണത്തിന് മുന്നോട്ട് പോയെങ്കിലും പ്രതിസന്ധിയായി ഉയർന്നു നിന്നത് സമാധിയിടം പൊളിച്ചു പോകാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയുണ്ട്. കാരണം ഈ റവന്യൂയുടെ ഉത്തരവ് തരണം എന്നുള്ളത് തന്നെയാണ് വിഷയം. അതിന്ന് ലഭിച്ചിരിക്കുന്നു. സബ് കളക്ടർ എത്തി അദ്ദേഹത്തിന്റെ ആൽഫ്രഡ് IAS സ്ഥലത്തെത്തി പരിശോധന നടത്തി അതിന് അനുമതി നൽകി. ഇനി ഫോറൻസിക് ഉൾപ്പെടെയുള്ള വിദഗ്ധർ ഈ സ്ഥലത്തെത്തി ഇതിനുള്ള നടപടിയിൽ മുന്നോട്ട് പോകണം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉച്ചയ്ക്ക് ശേഷം ഇതുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. അതിനോടൊപ്പം ഒരു കാര്യം കൂടി കൂട്ടിവായിക്കാനുണ്ട്. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. കല്ലറ പൊളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ചില സംഘടനകൾ, ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് നേരിയ തോതിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഇവിടെ ഉടലെടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയും നമുക്കിപ്പോൾ പറയാതിരിക്കാൻ വയ്യ. എന്തായാലും പോലീസ് നടപടിയുമായി മുന്നോട്ട് പോകും. ഈ പരിശോധനയും കല്ലറ പൊളിച്ചുള്ള പരിശോധന ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. യെസ്, അരുൺ മോഹനാണ്. അരുൺ, മറ്റൊരു കാര്യം കൂടി, ഇത് സംബന്ധിച്ച് ഈ കുടുംബാംഗങ്ങളിൽ നിന്നും എന്തെങ്കിലും പ്രതിഷേധമുണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭ്യമാവുന്നുണ്ടോ? തീർച്ചയായും കുടുംബാംഗങ്ങൾ, മക്കൾ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിവരം അച്ഛന്റെ സമാധി പുറം ലോകത്തെ അറിയിക്കാതെ അച്ഛന്റെ ഇഷ്ടപ്രകാരം, അച്ഛന്റെ ആഗ്രഹപ്രകാരം തങ്ങൾ സമാധി നടത്തി. അതാണ് പുറം ലോകത്തെ പോലും അറിയിക്കാതെ ഈ ഒരു ചടങ്ങ് നടത്തി എന്നുള്ള വാദം ആദ്യ കാലഘട്ടം തന്നെ, തുടക്കത്തിൽ തന്നെ മക്കൾ ഉന്നയിച്ചിരുന്നൊരു സംഭവമായിരുന്നു. ഇപ്പോഴും ഉന്നയിച്ചു നിൽക്കുന്നത് ഈ പറയുന്ന ഇതിനെ സമാധി പൊളിക്കാൻ അവർ തടസ്സപ്പെടുത്തും എന്നുള്ളതാണ്. അതായിരിക്കാം ഒരു പക്ഷേ ചില സംഘടനകൾ, ചില ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തി അതിനുവേണ്ട പിന്തുണ നൽകുന്നതായും നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നുണ്ട്. എന്തായാലും പോലീസ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയും. യെസ്, എന്തായാലും പോലീസ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഉച്ചയ്ക്ക് ശേഷം കല്ലറ പൊളിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചേക്കും. ആ തരത്തിലാണ് ഇപ്പോൾ നീക്കമുണ്ടാവുന്നത്. സബ് കളക്ടർ അടക്കം സ്ഥലത്തെത്തുകയും ചെയ്തിട്ടുണ്ട്.